ജീവിതത്തിൽ പലരും ചോദിക്കുന്ന ഒരു മൗന ചോദ്യമുണ്ടല്ലോ, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് ശിവൻ എന്റെ കാര്യം കേൾക്കുന്നില്ല എന്നത്. ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മറക്കുന്നത് ഒരു ചെറിയ കാര്യമാണ്. ശിവൻ നമ്മുടെ ശബ്ദം കേൾക്കാത്ത ദൈവമല്ല, മറിച്ച് മനസ്സിന്റെ ശബ്ദം കേൾക്കുന്ന മഹാദേവനാണ്. മലനിരകളിൽ ധ്യാനസ്ഥനായ ശിവൻ തന്റെ മുന്നിൽ കുമ്പിടുന്ന ശരീരത്തേക്കാൾ അകത്ത് കുമ്പിടുന്ന മനസ്സിനെയാണ് ആദ്യം കാണുന്നത്. പലപ്പോഴും അനുഗ്രഹം വൈകുന്നു എന്ന് തോന്നുന്നത് ശിവൻ നമ്മെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, നമ്മൾ തന്നെ നമ്മുടെ മനസ്സ് മുഴുവൻ അവനിലേക്ക് വിട്ടുകൊടുക്കാത്തതുകൊണ്ടാണ്. ശിവൻ നിശബ്ദതയെ സ്നേഹിക്കുന്നു, കാരണം നിശബ്ദതയിൽ മാത്രമാണ് സത്യം തുറന്നുവരുന്നത്. ജീവിതത്തിലെ വേദനകളിലും പരാജയങ്ങളിലും പോലും ശിവൻ നമുക്ക് ഒളിച്ചിരിക്കുന്ന ഒരു രഹസ്യം പഠിപ്പിക്കുകയാണ്. എല്ലാം സംഭവിക്കുന്നത് നിന്റെ വളർച്ചയ്ക്കാണ്, നിന്റെ ശിക്ഷയ്ക്കല്ല. ആ രഹസ്യം മനസ്സിലാക്കുന്ന നിമിഷം മുതൽ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറും. ഒരു നഷ്ടം വന്നാൽ പോലും ശിവൻ നമ്മോട് പറയുന്നു, ഇതിലൂടെ നീ ശക്തനാകാൻ പഠിക്കും. ഒരു വൈകിപ്പുണ്ടാകുമ്പോൾ അവൻ പറയുന്നു, ഇതിലൂടെ നീ സഹനം പഠിക്കും. നമുക്കിഷ്ടമുള്ള സമയത്ത് ഉത്തരങ്ങൾ തരുന്ന ദൈവമല്ല ശിവൻ, നമുക്ക് തയ്യാറായ സമയത്ത് സത്യം നൽകുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് മഹാദേവനെ അറിയുന്നവർ അധികം ശബ്ദമുണ്ടാക്കാതെ ജീവിക്കുന്നത്. അവർക്കറിയാം, ശിവൻ എല്ലാം കാണുന്നുണ്ട്, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം ശരിയായ സമയത്ത് ചെയ്യുമെന്ന രഹസ്യം. ശിവന്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇതാണ്: നല്ലത് ചെയ്താലുടൻ നല്ലത് കിട്ടണം. ശിവൻ അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. കർമ്മത്തിന്റെ നിയമം സമയം നോക്കിയാണ് പ്രവർത്തിക്കുന്നത്, മനുഷ്യന്റെ ആകാംക്ഷ നോക്കിയല്ല. ഒരാൾ ശിവനോട് ചേർന്ന് നിൽക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വൈകിയെത്തും, ചിലത് പൂർണ്ണമായും മാറിപ്പോകും. അത് ശിക്ഷയല്ല, അത് സംരക്ഷണമാണ്. ശിവൻ എല്ലാം നൽകുന്ന ദൈവം മാത്രമല്ല, നമ്മെ തകർക്കാൻ വരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമ്മെ മാറ്റി നിർത്തുന്ന ദൈവം കൂടിയാണ്. നമുക്ക് നഷ്ടമായതായി തോന്നുന്ന പല വാതിലുകളും യഥാർത്ഥത്തിൽ നമ്മെ അപകടത്തിൽ നിന്ന് രക്ഷിച്ച വാതിലുകളാണ് എന്നത് പിന്നീട് മാത്രമേ നമ്മൾ തിരിച്ചറിയൂ. ഈ രഹസ്യം മനസ്സിലായ ഒരാൾ പിന്നെ ദൈവത്തോട് ഇടപാടുകൾ നടത്തില്ല. ഇത് തന്നാൽ ഞാൻ ഇത് ചെയ്യാം എന്ന മനോഭാവം അവൻ ഉപേക്ഷിക്കും. കാരണം ശിവനോട് ഇടപാട് വേണ്ട, സമർപ്പണം മതി. ശിവനു മുമ്പിൽ എല്ലാം വിട്ടുകൊടുക്കാൻ പഠിച്ച മനസ്സിനെയാണ് അവൻ ഉയർത്തുന്നത്. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ നടുവിലും ചിലർ ശാന്തരായി നിലകൊള്ളുന്നത്. അവരുടെ അകത്ത് ഒരു ഉറപ്പുണ്ട്: എന്റെ ജീവിതം ഞാനല്ല, ശിവനാണ് നയിക്കുന്നത് എന്ന ഉറപ്പ്. ആ ഉറപ്പ് തന്നെയാണ് ശിവന്റെ അനുഗ്രഹത്തിന്റെ ആദ്യ രൂപം. ഇനി ഏറ്റവും ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം പറയാം. ശിവൻ അനുഗ്രഹം നൽകുന്നത് നമ്മൾ ആവശ്യപ്പെടുന്ന നിമിഷത്തിലല്ല, നമ്മൾ മാറിത്തുടങ്ങുന്ന നിമിഷത്തിലാണ്. നമ്മുടെ അകത്ത് അഹങ്കാരം കുറയുമ്പോൾ, സഹനം വളരുമ്പോൾ, മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, അപ്പോൾ ശിവന്റെ കൈ നമ്മുടെ ജീവിതത്തിലേക്ക് നീങ്ങിത്തുടങ്ങും. പലരും ചോദിക്കും, എനിക്കൊന്നും മാറുന്നില്ലല്ലോ. പക്ഷേ സത്യത്തിൽ മാറ്റം പുറത്തല്ല, അകത്താണ് തുടങ്ങുന്നത്. അകത്ത് സമാധാനം വന്നാൽ പുറത്തുള്ള കലഹങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടും. അതാണ് ശിവന്റെ മായ. ശിവൻ ലോകം മാറ്റുന്ന ദൈവമല്ല, മനുഷ്യനെ മാറ്റുന്ന ദൈവമാണ്. വേഗത്തിൽ പ്രതികരിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ ഒരു സൂക്ഷ്മമായ അടയാളമുണ്ട്. അവർ പരാതിപ്പെടുന്നവരല്ല, അവർ പഠിക്കുന്നവരാണ്. ഒരു പ്രശ്നം വന്നാൽ എന്തുകൊണ്ട് എനിക്ക് എന്ന ചോദ്യം ചോദിക്കുന്നതിനു പകരം ഇതിലൂടെ എനിക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്ന ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഈ ചോദ്യമാണ് ശിവനെ മനുഷ്യനോടടുപ്പിക്കുന്നത്. കാരണം ശിവൻ പഠിപ്പിക്കുന്ന ദൈവമാണ്. അവൻ ശിക്ഷിക്കുന്നില്ല, അവൻ ബോധ്യപ്പെടുത്തുന്നു. ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിക്കാൻ തയ്യാറായ മനസ്സുകളെയാണ് അവൻ അടുത്തേക്ക് വിളിക്കുന്നത്. തീർച്ചയായും ഭഗവാൻ ശിവൻ ദുഃഖമുള്ളവരുടെ പ്രാർത്ഥന കേൾക്കും. പക്ഷെ സത്യം അതിലും ആഴത്തിലേക്ക് പോകുന്നു. ശിവൻ കേൾക്കുന്നത് വെറും ദുഃഖമല്ല, അവൻ കേൾക്കുന്നത് സത്യസന്ധതയാണ്. ചിലർ സന്തോഷത്തിലായാലും അവനോട് സത്യമായി സംസാരിക്കും, ചിലർ വേദനയിലായാലും അവനെ കുറ്റപ്പെടുത്തില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്നു പറയുന്ന ഒരു മൗന പ്രാർത്ഥനയുണ്ടല്ലോ, അതാണ് ശിവന്റെ ഹൃദയം തൊടുന്നത്. ശിവൻ നാടകങ്ങൾ ഇഷ്ടപ്പെടുന്ന ദൈവമല്ല. കണ്ണീർ അഭിനയിച്ചാൽ അവൻ സന്തോഷിക്കില്ല. ഉള്ളിലുള്ളത് ഉള്ള പോലെ അവന്റെ മുന്നിൽ വയ്ക്കുമ്പോഴാണ് അവൻ പ്രതികരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്: ശിവൻ വേഗത്തിൽ പ്രതികരിക്കുന്നവർ ദൈവത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നവരല്ല, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് ജീവിതത്തിലെ എല്ലാം നിയന്ത്രിക്കാൻ ആഗ്രഹമില്ല. ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാണ്. ഈ വിട്ടുകൊടുക്കലാണ് ശിവനോടുള്ള വലിയ വിളി. എനിക്കെല്ലാം അറിയില്ല എന്ന് സമ്മതിക്കുന്ന മനുഷ്യനോട് ശിവൻ ഉടനടുക്കും. കാരണം അഹങ്കാരം കുറഞ്ഞെടുത്താണ് മഹാദേവന്റെ സാന്നിധ്യം കൂടുതലാകുന്നത്.
ഇനി ആ ചോദ്യത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള ഉത്തരം പറയാം. ശിവൻ വേഗത്തിൽ പ്രതികരിക്കുന്നത് ആരോടാണെന്ന ചോദ്യം തെറ്റാണ്. ശരിയായ ചോദ്യം ഇതാണ്: ശിവൻ എപ്പോഴാണ് പ്രതികരിക്കുന്നത്? നമ്മൾ ഒരു പ്രത്യേക ഫലം പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തന്നെ സമയം നിശ്ചയിക്കുകയാണ്. പക്ഷേ ശിവൻ സമയം നിശ്ചയിക്കുന്നത് നമ്മുടെ വളർച്ച നോക്കിയാണ്. നമ്മൾ ഉള്ളിൽ തയ്യാറാകുന്ന നിമിഷം തന്നെയാണ് അവന്റെ പ്രതികരണത്തിന്റെ സമയം. അത് ചിലപ്പോഴൊരു സംഭവമായി പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ ഒരു മനുഷ്യനായി, ചിലപ്പോൾ ഒരു നഷ്ടമായി, ചിലപ്പോൾ ഒരു വാക്കായി. പക്ഷെ ഓരോ പ്രതികരണവും നമ്മളെ അകത്തേക്ക് നയിക്കുന്നതാണ്. ജീവിതത്തിലെ എല്ലാ തിരക്കുകളുടെയും നടുവിൽ മനുഷ്യൻ ഏറ്റവും കൂടുതലായി മറക്കുന്നൊരു വാക്കുണ്ടെങ്കിൽ അത് ഈ ഒരൊറ്റ വാക്കാണ്. ആ വാക്ക് വലിയ ശബ്ദത്തിൽ പറയേണ്ടതല്ല, മന്ത്രമായി ചൊല്ലേണ്ടതുമല്ല, മറിച്ച് ജീവിച്ചു കാണിക്കേണ്ടതാണ്: വിശ്വാസം. ശിവഭക്തിയുടെ ഉള്ളടക്കം മുഴുവൻ ഈ ഒരൊറ്റ വാക്കിലടങ്ങിയിരിക്കുന്നു. ശിവനെ അറിയുന്നവർക്കറിയാം, വിശ്വാസമെന്നത് കണ്ണടച്ചു വിശ്വസിക്കുന്ന ഒരന്ധതയല്ല, ജീവിതം തുറന്ന കണ്ണോടെ ഏറ്റെടുക്കാനുള്ള ധൈര്യമാണ്. ശിവന്റെ മുന്നിൽ തലകുമ്പിടുമ്പോൾ എല്ലാം നന്നാവും എന്ന് ഉറപ്പോടെ പറയുന്ന ഹൃദയാവസ്ഥ തന്നെയാണ് ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ശിവൻ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ അവൻ നമുക്കിഷ്ടമുള്ളത് നൽകാതെ നമ്മളെ തന്നെ മാറ്റുന്ന വഴികളിലൂടെ നയിക്കും. അപ്പോൾ വിശ്വാസമില്ലെങ്കിൽ നാം നിരാശപ്പെടും, വിശ്വാസമുണ്ടെങ്കിൽ നാം ശക്തരാകും. ഈ വ്യത്യാസമാണ് ഒരേ പ്രശ്നം രണ്ട് മനുഷ്യരെ രണ്ട് രീതിയിൽ രൂപപ്പെടുത്തുന്നത്. ഒരാൾ തകർന്നുപോകും, മറ്റൊരാൾ ഉയരും. ഇവിടെയാണ് ശിവൻ ആ വാക്കിനെ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന് നോക്കുന്നത്. വിശ്വാസം പറഞ്ഞാൽ മതിയെന്ന് അവന് വേണ്ട, വിശ്വാസം ജീവിതത്തിൽ തെളിയണം. വിശ്വാസമെന്ന വാക്കിനെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നു. എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ചിന്തയാണ് വിശ്വാസമെന്നവർ കരുതും. പക്ഷേ ശിവന്റെ ദർശനത്തിൽ വിശ്വാസമെന്നത് അതല്ല. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിലൂടെ ഞാൻ നശിക്കില്ല എന്ന ഉറപ്പാണ് യഥാർത്ഥ വിശ്വാസം. ഈ ഉറപ്പാണ് മനുഷ്യനെ അകത്തുനിന്ന് അചഞ്ചലനാക്കുന്നത്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്നാലും അകത്തൊരു ശാന്തി നിലകൊള്ളാൻ കഴിയുന്നത് ഈ വാക്കിന്റെ ശക്തിയാൽ മാത്രമാണ്. ശിവൻ താമസിക്കുന്ന കൈലാസം ഉയരത്തിലല്ല, ഈ ശാന്തിയിലാണ്. ഈ വിശ്വാസം വളരുമ്പോൾ മനുഷ്യന്റെ ഭാഷ തന്നെ മാറും. പരാതികളുടെ ശബ്ദം കുറയും, കൃതജ്ഞതയുടെ ശബ്ദം കൂടും. എനിക്കിത് വേണ്ടായിരുന്നു എന്നതിനു പകരം ഇതും എനിക്ക് പഠിപ്പിച്ചു എന്നൊരു വാക്ക് വരും. ഈ മാറ്റം വളരെ സൂക്ഷ്മമാണ്, പക്ഷെ അതാണ് ശിവന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും ശക്തമായ രൂപം. പുറത്ത് ജീവിതം മാറുന്നതിനു മുമ്പ് അകത്ത് മനസ്സ് മാറണം. ആ മാറ്റം സംഭവിച്ചാൽ ജീവിതം പിന്തുടരും. ഇനി ആ ഒരൊറ്റ വാക്കിന്റെ ഏറ്റവും ആഴത്തിലുള്ള അർത്ഥത്തിലേക്ക് പോകാം. വിശ്വാസമെന്നത് ശിവനോട് പിടിച്ചു നിൽക്കലല്ല, ശിവനിൽ ലയിച്ചു പോകലാണ്. ഞാനും നീയും വേറെയാണ് എന്ന ബോധം കുറയുമ്പോൾ, ഞാൻ അവന്റെ വഴിയിലാണ് നടക്കുന്നത് എന്ന ബോധം വരുമ്പോൾ, ജീവിതത്തിലെ തീരുമാനങ്ങൾ പോലും ഭാരം കുറഞ്ഞതായി തോന്നും. കാരണം ആ സമയം മുതൽ വിജയം വന്നാലും പരാജയം വന്നാലും അവന് ഒറ്റയ്ക്കല്ലെന്ന് അവനറിയാം. ജീവിതത്തിൽ ചില ദിവസങ്ങളുണ്ടാകും, പ്രാർത്ഥന പോലും ഭാരമാകുന്ന ദിവസങ്ങൾ. അന്നാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്, എനിക്ക് വിശ്വാസം കുറഞ്ഞുപോയോ? ഇല്ല, വിശ്വാസം കുറഞ്ഞിട്ടില്ല, അത് ആഴത്തിലേക്ക് പോവുകയാണ്. ശബ്ദമുള്ള പ്രാർത്ഥനയിൽ നിന്ന് മൗനത്തിലേക്കാണ് വിശ്വാസത്തിന്റെ യാത്ര. വാക്കുകൾ കുറയുമ്പോൾ സമർപ്പണം കൂടും. ശിവൻ ഏറ്റവും അടുത്തുവരുന്ന സമയവും ഇതാണ്, നമ്മൾ ഒന്നും പറയാതെ അവന്റെ മുന്നിലിരിക്കുന്ന സമയം. ഈ നിശബ്ദതയാണ് വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ രൂപം. വിശ്വാസം പിടിച്ചു നിർത്താൻ ശിവൻ നമ്മോടൊരിക്കലും വലിയ കർമ്മങ്ങൾ ആവശ്യപ്പെടുന്നില്ല. വളരെ ലളിതമായ ചില മനോഭാവങ്ങൾ മതി. സംഭവിക്കുന്ന എല്ലാറ്റിനോടും ഒരു ചോദ്യം ചോദിക്കാൻ പഠിക്കുക: ഇതിലൂടെ ഞാൻ എന്തു പഠിക്കണം? ഈ ഒരൊറ്റ ചോദ്യം ജീവിതത്തെ ശത്രുവിൽ നിന്ന് ഗുരുവാക്കി മാറ്റും. വേദന പോലും ഒരു അധ്യാപകനായി മാറുമ്പോൾ മനുഷ്യൻ തകരുന്നില്ല, അവൻ വളരുകയാണ്. ഈ വളർച്ചയാണ് ശിവന്റെ ലക്ഷ്യം. നമ്മൾ സന്തോഷവാന്മാരാകണമെന്നതിലുപരി നമ്മൾ പക്വരാകണമെന്നാണ് അവന്റെ ആഗ്രഹം. ഇവിടെ ഒരു സത്യം മനസ്സിലാക്കണം: വിശ്വാസമുള്ള ജീവിതം എളുപ്പമാകണമെന്നില്ല, പക്ഷെ അത് അർത്ഥവത്തായിരിക്കും. വഴികൾ മുള്ളുള്ളതായിരിക്കാം, പക്ഷെ ലക്ഷ്യം ഉറപ്പായിരിക്കും. ഈ ഉറപ്പാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. ശിവൻ നമ്മുടെ മുന്നിൽ നിന്ന് എല്ലാം മാറ്റിത്തരുന്നില്ല, അവൻ നമ്മുടെ അകത്തുനിന്ന് ഭയത്തെ മാറ്റിത്തരുന്നു. ഭയം മാറുമ്പോൾ പ്രശ്നങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടും. ഇതാണ് ശിവന്റെ നിശബ്ദ അത്ഭുതം. ഇനി ഈ 4 പാട്ടുകളുടെ അവസാനം ഒരു ലളിതമായ സത്യത്തിൽ നമുക്കെത്താം. ശിവന്റെ അനുഗ്രഹം ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക സംഭവമായി വരണമെന്നില്ല, അതൊരു നിലയായി മാറുന്നു.
എന്തു വന്നാലും ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധം. ഈ ബോധമാണ് മനുഷ്യനെ തളരാതെ നിർത്തുന്നത്. ലോകം മനസ്സിലാക്കാതിരുന്നാലും ശിവൻ മനസ്സിലാക്കുന്നു എന്ന ഉറപ്പ്. ഈ ഉറപ്പുള്ളവരെ ശിവൻ കൈവിടില്ല, കാരണം അവർ കൈവിടാതെ നടക്കുന്നത് അവന്റെ വഴിയിലാണ്. ഈ യാഥ ഒരു രഹസ്യത്തിൽ തുടങ്ങി, ഒരു ചോദ്യത്തിൽ കടന്ന്, ഒരു വാക്കിലെത്തി, ഇപ്പോൾ ഒരു നിലപാടായി മാറുകയാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനമെത്തുമ്പോൾ ഒരു കാര്യം മാത്രം ഹൃദയത്തിൽ വെച്ചാൽ മതി. ജീവിതം എല്ലായ്പ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല, പക്ഷെ അത് വിശ്വസിക്കാൻ പഠിച്ചാൽ നമ്മൾ തകർന്നു പോകില്ല. ശിവൻ നമ്മെ കാത്തുകൊണ്ടിരിക്കുന്നില്ല, അവൻ നമ്മോടൊപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധത്തോടെയാണ് ശിവഭക്തിയുടെ യാത്ര പൂർണ്ണമാകുന്നത്. ഇതാണ് അനുഗ്രഹം, ഇതാണ് വഴി, ഇതാണ് ശിവൻ. ഈ വീഡിയോയുടെ അവസാനമെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാം മാറിപ്പോയി എന്ന് ഞാൻ പറയില്ല. കാരണം ശിവന്റെ വഴി അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അവൻ ഒരു നിമിഷത്തിൽ ലോകം മാറ്റാൻ സാധിക്കുമെങ്കിലും ഭഗവാൻ അങ്ങനെ ചെയ്യില്ല. അവൻ ഒരു നിമിഷത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ ഒരു വെളിച്ചം തെളിയിക്കുന്നു. ആ വെളിച്ചമാണ് പിന്നെ വഴിയാകുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ട വാക്കുകളിൽ ഒന്നുപോലും നിങ്ങളെ അല്പം ശാന്തരാക്കിയെങ്കിൽ അതാണ് ഈ വീഡിയോയുടെ വിജയമെന്ന് കരുതുക. ഇനി നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ജീവിതം വീണ്ടും പഴയപടി തന്നെയായിരിക്കും. പ്രശ്നങ്ങളുണ്ടാകും, ഉത്തരങ്ങൾ എല്ലായ്പ്പോഴും ഉണ്ടാകില്ല. ചില ദിവസങ്ങൾ വീണ്ടും കഠിനമാകും. പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ടാകും. നിങ്ങളിനി ഒറ്റയ്ക്കല്ലെന്നറിയൂ. നിങ്ങളെ നയിക്കുന്ന ഒരു ശാന്ത സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ടെന്ന ബോധം. ഈ ബോധമാണ് ശിവന്റെ അനുഗ്രഹം. അത് കാണാൻ പറ്റണമെന്നില്ല, പക്ഷേ അനുഭവിക്കാൻ കഴിയും. ശിവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. അവനെ നിങ്ങളുടെ വഴിയിലാക്കാനും ശ്രമിക്കരുത്. അവന്റെ വഴിയിൽ നടക്കാൻ തയ്യാറായാൽ മതി. ചില ദിവസങ്ങളിൽ അതെളുപ്പമായിരിക്കില്ല. വിശ്വാസം പോലും മൗനമാകുന്ന ദിവസങ്ങളുണ്ടാകും. പക്ഷെ ഓർമ്മിക്കണം, മൗനത്തിലും ശിവൻ കേൾക്കുന്നു. നിങ്ങൾ ക്ഷീണിച്ചു നിൽക്കുന്ന ഓരോ നിമിഷവും അവൻ നിങ്ങളുടെ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ അടയ്ക്കുമ്പോൾ ഒരു ചോദ്യവും ഒരു ഉത്തരവും ഹൃദയത്തിൽ വയ്ക്കൂ. ചോദ്യമിതാണ്: ഞാൻ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അതോ വിശ്വസിക്കാൻ തയ്യാറാണോ? ഉത്തരമിതാണ്: എന്ത് സംഭവിച്ചാലും ഞാൻ വഴിതെറ്റില്ല. ഈ ഉറപ്പുള്ളവരെ ശിവൻ കൈവിടില്ല, കാരണം അവർ ശിവനെ അന്വേഷിക്കുന്നവരല്ല, അവനിൽ അഭയം കണ്ടെത്തിയവരാണ്. ഇതോടെ ഈ യാത്ര അവസാനിക്കുന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ തുടരുമെന്നുറപ്പോടെ ശിവന്റെ നാമം ഹൃദയത്തിൽ വെച്ച് നമുക്ക് മുന്നോട്ടു നടക്കാം. ഓം നമഃ ശിവായ.